മാനസ ചികിത്സാ സഹായ സമിതിയുടെ ആദ്യ സഹായധനം ഏറ്റുവാങ്ങൽ നടത്തി. താന്യം പഞ്ചായത്ത് വാർഡ് 17 കല്ലയിൽ ഭൂഷണന്റെ മകൾ മാനസയുടെ കിഡ്നി മാറ്റിവെക്കുന്നതിന് സഹായ സമിതി പ്രവർത്തനം ആരംഭിച്ചു. മാനസയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് ഇയാനി സത്യൻ മകൻ സുദേവ് 1 ലക്ഷം രൂപ ഗീതാഗോപി MLAക്ക് കൈമാറി. ചടങ്ങിൽ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, ബ്ലോക്ക് മെമ്പർ MV സുരേഷ്, വാർഡ് മെമ്പർ മിനി ചന്ദ്രൻ, സഹായ സമിതി ചെയർമാൻ നിസാർ കുമ്മങ്കണ്ടത്ത്, ട്രഷറർ മനോഹരൻ, മാനസയുടെ കുടുംബം, നാട്ടുകാർ, ചെമ്മാപ്പള്ളി കോൺവെന്റിലെ സന്യാസിനികൾ എന്നിവർ പങ്കെടുത്തു. മാനസയെ സഹായിക്കുന്നതിനായി എല്ലാ മനുഷ്യ സ്നേഹികളുടെയും സഹായ സഹകരണങ്ങൾ ചികിത്സാ സഹായ സമിതി അഭ്യർത്ഥിച്ചു. വടക്കുമറി പെരിങ്ങോട്ടുകര ചെമ്മാപ്പള്ളി അസുഖം വൃക്ക തകരാർ ഡയാലിസിസ് എന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള സർജറിക്കും അതിനായി ഡൊണേഷൻ നൽകുന്നതിന് വേണ്ടി സുദേവേട്ടൻ ഇയാനി നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ അഡ്ലസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ അങ്കമാലിയിലാണ് മാനസ അഡ്മിറ്റ് ചെയ്യേണ്ടതും തുടർ ചികിത്സകളും നടത്തേണ്ടത്. തൻ്റെ പ്രസവത്തിന് ശേഷം 2 കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരി മാനസ. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അമ്മയുടെയും അനിയത്തിയുടെയും ഭർത്താവിൻ്റെ സംരക്ഷണയിലാണ് മാനസ ഇപ്പോൾ കൊച്ചുമോനുമായിട്ട് ജീവിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് മാനസയുടെ ചികിത്സയ്ക്ക് വേണ്ടി സുദേവേട്ടൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ, ഞാൻ എൻ്റെ സ്വന്തം വാക്കിൽ പറയുകയാണെങ്കിൽ കണ്ണിലുണ്ണിയായ സുദേവേട്ടൻ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 25 ലക്ഷം രൂപയാണ് സുദേവേട്ടൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മാനസയ്ക്ക് ചികിത്സയ്ക്കായി നൽകുന്നത്. തുടർന്ന് ഈ നാടും ഈ ഗ്രാമം ഞങ്ങളെല്ലാവരും മാനസയ്ക്കൊപ്പമുണ്ട്. സിസ്റ്റർമാരും സെറാഫിക് കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് അടക്കം ഇവിടെ സന്നിധരാണ്. എല്ലാവരുടെയും കനിവോടും എല്ലാവരുടെ പ്രാർത്ഥനയും മാനസയുടെ തുടർ ചികിത്സയ്ക്കായിട്ട് 2 കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിധേയമാവുകയാണ്. മാനസയുടെ അമ്മയാണ് കിഡ്നി ഡോണറായിട്ട് വന്നിട്ടുള്ളത്. അവരുടെ എല്ലാ ചികിത്സകളും അവരുടെ എല്ലാ ക്രോസ് മാച്ചിങ് എല്ലാം തന്നെ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. മാനസയ്ക്ക് ഒട്ടും പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും വേണ്ട. സുദേവേട്ടൻ്റെ സാന്നിധ്യത്തിൽ ഈ പ്രദേശത്തിൻ്റെ തന്നെ സുദേവേട്ടൻ ഇയാനി എന്ന് പറയുന്ന കുടുംബാംഗം മാനസയ്ക്ക് വേണ്ടി ഇന്ന് ഈ സാമ്പത്തിക സഹായം നിങ്ങളെ സാക്ഷി നിർത്തിയാണ് ഇവിടെ നൽകുന്നത്. ഭൂഷൺ എൻ്റെ സഹപാഠിയാണ്. ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ 4ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം കുട്ടിക്ക് വന്നതോടുകൂടിയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമമായി. അപ്പോൾ പിന്നെ കുട്ടീനെ സഹായിക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഞാനിപ്പോൾ ഈ കുട്ടിയുടെ ചികിത്സയായിട്ട് 1 ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഒരു പ്രവാസി ആയതുകൊണ്ടും എൻ്റെ പ്രവാസി പല സുഹൃത്തുക്കളോടും ഇതിനെ പറ്റിയിട്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാലും മാക്സിമം എനിക്ക് കഴിയാവുന്ന കൂടുതൽ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൂടിയിട്ട് ഞാൻ അറിയിക്കുകയാണ് ഇപ്പോൾ.